ഇത് രാവിലെ മുതലുള്ള ചെറിയൊരു വീഡിയോ കേട്ടോ. രാവിലെ മുതൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് എൻ്റെ കുളി വരെയുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ രാവിലെ എണീറ്റ് കുറച്ച് നേരത്തെ ആയിരുന്നു. ഇന്ന് ഭയങ്കര തണുപ്പാണ് ഇവിടെ ബാംഗ്ലൂർ. അപ്പോൾ രാവിലെ എണീറ്റാൽ പിന്നെ എല്ലാം ഞാൻ ടേബിളൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് ഉറങ്ങാറ്. പക്ഷേ എന്നാലും ഞാനൊന്ന് ഒക്കെ തുടക്കും. പിന്നെ ഇന്നലെ രാത്രി കുട്ടികൾ ഡിന്നർ കുറച്ച് ലേറ്റായിട്ട് കഴിച്ചുകൊണ്ട് ആ പാത്രം അവിടെ കിടക്കുന്നുണ്ട്. അതും കുറച്ച് എന്തൊക്കെയോ പാത്രങ്ങളുണ്ട്, അതൊക്കെ കഴുകി ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് ചെടി ഒക്കെ നനയ്ക്കുകയാണ് കേട്ടോ. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടമുള്ള പരിപാടി. ചെടി നനയ്ക്കുക, അവരോട് കുറച്ച് നേരം സംസാരിക്കാറൊക്കെ ഉണ്ട് ഞാൻ. അപ്പോൾ അതൊക്കെ നനച്ച് നല്ലോണം മല്ലിയൊക്കെ നല്ലോണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ തക്കാളിയുടെ ഒരുപാട് തൈകളുണ്ട്, അതൊക്കെ വളർന്ന് വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നോക്കിയിരിക്കുക, ഇതൊക്കെയാണ് എൻ്റെ ഭയങ്കര ഇഷ്ട വിനോദം. എനിക്ക് ചെടികൾ ഭയങ്കര പ്രാണനാണ്. പിന്നെ അതൊക്കെ കണ്ടോ, നല്ല മൂടൽമഞ്ഞുണ്ട്. പിന്നെ നമ്മുടെ ബാൽക്കണിയിൽ നോക്കിയാൽ കാണുന്നതാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ചെയ്യുന്നത് ആദ്യം എൻ്റെ തുണികളൊക്കെ കഴുകും. കുറച്ച് തുണികൾ ഞാൻ ബെഡ്ഷീറ്റ് ഉണ്ടായേ, അതൊക്കെ ഞാൻ ഇന്നലെ നല്ലോണം സർഫിലിട്ട് വെച്ചിട്ടുണ്ടായി. അതും കൂടി ഇട്ട് പിന്നെ കിച്ചണിലേക്ക് കയറിയാണേ. കിച്ചണിലേക്ക് കയറിയാൽ പിന്നെ ഇഡ്ഡലി, സാമ്പാർ, ചട്നി, ഇതൊക്കെയാണ് ഇന്നത്തെ മെനു. പച്ചക്കറിയൊക്കെ എടുത്തു വെച്ചു. പച്ചക്കറി എന്ന് പറയാൻ മുരിങ്ങയൊന്നും ഇല്ല, മുരിങ്ങേൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ട് മുരിങ്ങയൊന്നും കിട്ടിയില്ല. അങ്ങനെ പരിപ്പൊക്കെ കഴുകിയിട്ട് ഈ ഇഡ്ഡലി സാമ്പാറിന് ഇവിടെ ചട്നി മസ്തായിട്ട് വേണം കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് കുട്ടിക്ക്. ചട്നി ഇല്ലാണ്ട് അയ്യോ ചട്നി ഇല്ല അമ്മേ ചോദിക്കും. അതുകൊണ്ട് ചട്നി ഉണ്ടാക്കി. പിന്നെ കുറച്ച് ഞാൻ ഇൻഡക്ഷൻ കുക്കറിൽ പിന്നെ നമ്മുടെ വെള്ളം കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചു. അങ്ങനെ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യാണ് കേട്ടോ. പച്ചക്കറി എന്ന് പറഞ്ഞാൽ ക്യാരറ്റ് ഉണ്ട്, വഴുതിനിയുണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്, പിന്നെ എന്താണ് ഇളവൻ കുമ്പളങ്ങേൻ്റെ ഒരു പീസ് ഞാനിടും. പിന്നെ ഉള്ളി, തക്കാളി, ഇതൊക്കെ ഉള്ളൂ. വലിയ പച്ചക്കറിയൊന്നും ഇല്ല കേട്ടോ. പച്ചക്കറി ഇന്നലെ ഞാൻ കടയിൽ പോയിട്ടുണ്ടായി. അപ്പോൾ എനിക്ക് മുരിങ്ങയും പിന്നെ വെണ്ടക്ക ഉണ്ട്. വേറെ അത്ര വലിയ പച്ചക്കറിയൊന്നും അവിടെ ഉണ്ടായില്ല. അതൊക്കെ ഞാൻ കട്ട് ചെയ്തു. അങ്ങനെ കുക്കറിൽ ഞാനൊരു വിസിലടിക്കും ആദ്യം. ഈ ഉരുളക്കിഴങ്ങ് പിന്നെ ഈ കുമ്പളങ്ങ ഇതൊക്കെ ഇട്ട് ഒരു വിസിലടിച്ചതിന് ശേഷമാണ് ഞാൻ ലാസ്റ്റ് വെണ്ടക്ക. നമ്മളങ്ങനെ ഫ്രൈ ചെയ്യാറൊന്നുമില്ല കേട്ടോ. വെണ്ടക്ക അങ്ങനെ ഇടുക ചെയ്യാം, കട്ട് ചെയ്ത് ലാസ്റ്റ് ഇടുക ചെയ്യുക. അങ്ങനെ വെള്ളം രാവിലെ ഞാനൊരു വെള്ളം കുടിയുണ്ട് എനിക്ക്. അത് എന്തായാലും കുടിക്കും ഞാൻ. ആദ്യമൊക്കെ എനിക്ക് കുടിക്കുമ്പം എനിക്കിഷ്ടമല്ലായിരുന്നു. പിന്നെ അമ്മ പറഞ്ഞു കുടിക്കണം, വെള്ളം കുടിക്കുന്ന നല്ലതാണ്, രാവിലെ തന്നെ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞപ്പോൾ വെള്ളം കുടിച്ചു. പിന്നെ ഞാൻ അരക്കുന്നതാണ് കേട്ടോ. നമ്മൾ വറുത്തരച്ചിട്ടാണ് സാമ്പാർ ഉണ്ടാക്കുക. പക്ഷെ ഞാൻ ഇന്നലെ രാത്രി വറുത്തത് കൊണ്ട് വറുക്കേണ്ടി വന്നില്ല. അത് ഞാൻ മിക്സിയിലിട്ട് അരക്കും. അതിന് അത് ആ ഒരു ഗ്യാപ്പിൽ ഞാനൊന്ന് എൻ്റെ മുഖമൊക്കെ പല്ല് തേച്ച് മുഖമൊക്കെ കഴുകി. പിന്നെ എൻ്റെ അടുക്കളയിലൊരു ചെറിയ ഫിഷ് ഉണ്ട് കേട്ടോ. അവനോ അവളോ എനിക്കറിയില്ല, അവനൊരു ഫുഡ് കൊടുക്കണം. അപ്പോൾ അത് കൊടുക്കുകയാണ്. ഫുഡ് കൊടുത്താൽ പിന്നെ മൂപ്പർ ഇങ്ങനെ മേലോട്ട് വന്ന് അങ്ങനെ കഴിച്ച് കുറേയൊക്കെ താഴെ പോവും. അങ്ങനെ കഴിക്കുന്നുണ്ട്. ഇപ്പം ഒരു ചെറിയ ബോട്ടിലാണ് കേട്ടോ, ഒരു കുപ്പിയുടെ ബോട്ടിലാണ് ഇട്ടിച്ചിട്ടുള്ളത്. പിന്നെ ഇഡ്ഡലിക്ക് ഉള്ള മാവൊക്കെ ഒന്ന് നല്ലവണ്ണം സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കുറച്ച് കട്ടിയിട്ടായിട്ടുണ്ട്. അത് കുറച്ച് വെള്ളമൊക്കെ വെച്ച് ഇഡ്ഡലി അതൊക്കെ ഇൻഡക്ഷനിൽ തന്നെയാണ് വെക്കുക. അധികം ഞാൻ അങ്ങനെയാണ് ചെയ്യാം. എനിക്ക് ആ ഒഴിവുള്ള സ്ഥലത്ത് ഞാനങ്ങ് വെച്ചേക്കും. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കുന്നതിന് ശേഷം പിന്നെ വെന്ത് വന്ന് കുക്കർ തുറന്നപ്പം ഞാൻ എന്നിട്ട് അതിന് ശേഷം ഞാൻ വെണ്ടക്ക അങ്ങനെ ഇട്ടു, പുളി ഒഴിച്ചു, പിന്നെ അരവൊക്കെ ഒഴിച്ച് അങ്ങനെയാണ്. നമ്മൾ വറുത്തരച്ചാണ് എല്ലാവരുടെയും അങ്ങനെയല്ല. എന്നാലും നമ്മൾ തലശ്ശേരി ഭാഗത്തൊക്കെ വറുത്തരച്ച് മറ്റതും ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ നമ്മളൊക്കെ ഇതൊക്കെയാണ് ഉണ്ടാക്കുക കേട്ടോ. ഇതാണ് ഇവിടെ ഇഷ്ടം. പിന്നെ ചോറിനും എടുക്കാമല്ലോ, രണ്ട് പണി. ഇത് പിന്നെയും ചോറിന് വേറൊരു കറി ഉണ്ടാക്കേണ്ടി വരും. അതുകൊണ്ട് ചോറിന് എടുക്കാമെന്ന് വെച്ച് ഞാൻ വറുത്തരച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അതിനിടയ്ക്ക് എനിക്കൊരു ചട്നി ഉണ്ടാക്കണം കേട്ടോ. ചട്നി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചട്നി നിങ്ങൾ ഉണ്ടാക്കുമെന്ന് അറിയില്ല. ഞാൻ ഉണ്ടാക്കുന്ന ചട്നി എന്ന് പറഞ്ഞാൽ ചീനച്ചട്ടി അടുപ്പിൽ വെക്കും ഞാൻ. എന്നിട്ട് അതിന് ശേഷം 3-4 വെളുത്തുള്ളി നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി, പിന്നെ കുറച്ച് ഉള്ളി, പിന്നെ തക്കാളി, പിന്നെ മറ്റേ ഉണക്കമുളകില്ലേ അതും കൂടി ഇട്ട് നല്ലോണം ഫ്രൈ ആക്കണം കേട്ടോ. തക്കാളി നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആകണം. എന്നിട്ട് അത് അരച്ച് പിന്നെ കടുകിട്ട് വറുക്കുക. അങ്ങനെയാണ് ഞാൻ ഈ ചട്നി ഉണ്ടാക്കുന്നത്. അതിവിടെ ഇഷ്ടം. ഞാൻ എപ്പോഴെങ്കിലും ഉണ്ടാക്കും കേട്ടോ. അത് പണിയാണ്, കാരണം വെച്ചാൽ നല്ലോണം വറക്കണം. അതുകൊണ്ട് അതൊരു പണിയാണ്.
പിന്നെ സാമ്പാറിനുള്ള കടുക് വറുക്കാനുള്ള വെച്ചിട്ടുണ്ട്. പിന്നെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. അതൊന്ന് അതിലേക്ക് പാത്രത്തിലേക്ക് മാറ്റണം. അതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങളെൻ്റെ വീഡിയോ ഞാനിപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഇത്ര കുറച്ചേ ആയിട്ടുള്ളൂ. പക്ഷേ എല്ലാവരിലേക്കൊന്നും എൻ്റെ വീഡിയോ എത്തുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. ആരും അങ്ങനെ വലിയ ഇങ്ങനെ എൻ്റെ ലോങ് വീഡിയോസ് കാണുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ എനിക്ക് പുതിയ വീഡിയോസ് ഇടാനുള്ളൊരു നമുക്കൊരു കോൺഫിഡൻസ് കിട്ടണ്ടേ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ കായപ്പൊടിയൊക്കെ ഇടുവേ. കായപ്പൊടിയുടെ കണ്ട ഞാൻ കുത്തിപ്പൊട്ടിക്കാൻ കായപ്പൊടി തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് ഞാൻ വെച്ചൊരു ഹോൾ ഉണ്ടാക്കിയാൽ അതെങ്ങനെ അടക്കാൻ പറ്റുമല്ലോ. അതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുകയാണ്. ഒക്കെ ബിസിയായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഒന്നിനൊരു ഇതില്ല, ഭയങ്കര ബിസിയിലാണ് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണ്ടേ. ഈ മേശ ഈ ടേബിൾ ക്ലീൻ ചെയ്യലാണ് എൻ്റെ പ്രധാന പണി. ഓരോരോ സമയത്തും ക്ലീൻ കുട്ടികളെ പറയും എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്താൽ പോരെയെന്ന്. പക്ഷേ എനിക്കിത് കാണുമ്പോൾ നമുക്കങ്ങനെയല്ലേ, സ്ത്രീകൾക്ക് അത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പം ഞാൻ എല്ലാം ക്ലീൻ ചെയ്ത് പിന്നെ എൻ്റെ ചട്നിയൊക്കെ ഞാൻ പിന്നെ അരച്ചു കേട്ടോ. ചട്നി നല്ലോണം തണിഞ്ഞിട്ടാണ് ഞാൻ അരക്കാറുള്ളത് കേട്ടോ. തണിഞ്ഞതിന് ശേഷം ഞാൻ അത് വറുത്തു. അതൊക്കെ ആയി, സാമ്പാറായി, ചട്നിയായി, ഇഡ്ഡലിയായി. പിന്നെ അടിച്ചു വരണം കണ്ടോ. എൻ്റെ കാറ്റ് എൻ്റെ ബാക്കിൽ തന്നെ ഏത് നേരവും നടക്കും കേട്ടോ. എൻ്റെ ടൈഗർ നല്ലൊരു പൂച്ച പാവാണ് കണ്ടോ. രക്ഷപ്പെട്ടു പോയി. ഇനിയിപ്പോൾ താഴത്തെ ഫ്ലാറ്റിലൊക്കെ അതിൻ്റെ പുറത്തൊക്കെ കറങ്ങി തിരിഞ്ഞിട്ട് മാത്രമേ വരത്തുള്ളൂ കണ്ടോ. പോയാണ്ടോ. അവനെ വിടാൻ പാടില്ലെന്ന് മാം പറയും. പക്ഷെ അവനെ വിട്ട് ഒന്ന് വാതിൽ തുറന്ന് അവൻ ഓടിക്കളയും. പക്ഷെ തിരിച്ചു വരും കേട്ടോ. തിരിച്ചു വരാണ്ടിരിക്കത്തില്ല. അങ്ങനെ എല്ലാം അടിച്ചു വാരി അങ്ങനെ എല്ലാം എനിക്ക് രാവിലെ അടി തൊട എൻ്റെ പിന്നെ ഫുഡ് കഴിഞ്ഞ പിന്നെ അതൊക്കെയാണ് എൻ്റെ പരിപാടി. ഫുഡൊന്നും ഞാൻ കഴിച്ചില്ല കേട്ടോ. ഇതിന് ശേഷം ഞാൻ കഴിക്കത്തുള്ളൂ. അപ്പോൾ പിന്നെ അടിച്ചു വാരി ഇനിയിപ്പം തുടക്കണം. ഇതൊക്കെയാണ് പണി. ഇതൊക്കെ ഒരു പണി തന്നെയാണ് കേട്ടോ. രാവിലെ കുറച്ച് പണി തന്നെയാണ്. കുറച്ച് നേരം നല്ല പണിയായിരിക്കും എനിക്ക്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ എനിക്ക് കുളിക്കാൻ വേണ്ടി പോകണം. അതേ തൊട കഴിഞ്ഞാൽ മാത്രമല്ലേ കുളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി അടുത്ത പണി ഇനി കുളി തന്നെയാണ് കേട്ടോ. അടിയും തൊടയൊക്കെ കഴിഞ്ഞാൽ പിന്നെ അടുത്ത നെക്സ്റ്റ് പരിപാടി കുളിയാണ്. കുളിച്ച് കഴിഞ്ഞാലേ പക്ഷെ ഭയങ്കര തണുപ്പാണ്. അതുകൊണ്ട് കുളിക്കാൻ മടിയൊന്നുമില്ല. പക്ഷേ ഇവിടെ വെള്ളമൊക്കെ ചൂടുവെള്ളമൊക്കെ ഉണ്ട്. പക്ഷേ ഭയങ്കര നല്ല തണുപ്പാണ്. അതുകൊണ്ട് എനിക്ക് തണുപ്പ് കുളിച്ചാൽ ഞാൻ കുളിച്ചതിന് ശേഷമാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. അതുകൊണ്ട് കുളിച്ച കൊണ്ട് ഞാനൊരു സൗണ്ട് എനിക്കൊരു മൂക്കൊക്കെ അടഞ്ഞ പോലെ തോന്നുന്നുണ്ട് കുളിച്ചിട്ട്. അത്ര തണുപ്പാണ്. ബാംഗ്ലൂരല്ലേ, ഇതൊരു നവംബർ മാസം ഡിസംബർ ജാനുവരി വരെ നല്ല തണുപ്പ് തന്നെയായിരിക്കും ഇവിടെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിക്കാൻ വേണ്ടി പോയി. അങ്ങനെ കുളിച്ചു കഴിഞ്ഞു. കുളിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ എൻ്റെ വാഷിംഗ് മെഷീനിലെ തുണിയൊക്കെ എനിക്ക് കഴുകിയിടൊക്കെ ചെയ്യുന്നത്. അതൊക്കെ ചെയ്യണം. ഇനി അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിയും. ഇപ്പം ചായ വെക്കും ഞാൻ കേട്ടോ. പാൽ ചായ കുടിക്കും. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഒരു ചെറിയ ലൈഫ് സ്റ്റൈൽ എന്ന് പറയാൻ. കുറച്ചൊരു പിന്നെ എൻ്റെ ഒരു ജീവിത രീതിയാണ് രാവിലത്തത് കാണിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവരും ഒന്ന് കാണാൻ എത്തിപ്പെടണം. അതാണ് ചെറിയൊരു കുളി കഴിച്ചാൽ എനിക്ക് ചെറിയൊരു പ്രാർത്ഥനയുണ്ട്. ഞാൻ ഇതൊക്കെ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കും. ഇതൊക്കെ നമ്മളൊരു സമാധാനത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അതൊക്കെ ചെയ്ത് പിന്നെ തുണിയൊക്കെ കഴുകിയിടും. തുണി കഴുകിയത് ഉണ്ടല്ലോ, വാഷിംഗ് മെഷീനിൽ കഴുകി ആയായിരിക്കും തുണി. ഞാൻ നോക്കിയിട്ടില്ല. അത് ഇനി എടുത്തിട്ട് അയലിരിക്കണം. ഇതാണ് ഇന്നത്തെ പണി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എനിക്ക് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ. അതിന് വേണ്ടിയിട്ട് നിങ്ങളൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെന്താണ്, ഇനിയൊന്നും പറയാൻ കിട്ടുന്നില്ല എനിക്ക് സത്യത്തിൽ. ഇനി കഴിഞ്ഞു കേട്ടോ, വീഡിയോ കഴിയാറായി. ഇനിയിപ്പോൾ തുണി തോരയിടണം. കഴിഞ്ഞു വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ കേട്ടോ. എൻ്റെ തുണി തോരയിടണേ. കുറേ ഉണ്ട്. ഇതൊക്കെ ഉണങ്ങുന്ന പോലും ഇല്ല. നല്ല തണുപ്പായതുകൊണ്ടേ ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബായ്.